ഹലോ ഗായ്സ്, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കൊളംബോയിൽ വെച്ച് നടന്ന മൂന്നാമത്തെ വൺ ഡേ മാച്ചിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ടോസ് നേടിയ ശ്രീലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പിന്നെ ഇന്ത്യൻ ടീമിൽ 2 മാറ്റമുണ്ടായിരുന്നു. കെ.എൽ. രാഹുലിന് പകരം ഋഷഭ് പന്തും ഹർഷദീപ് സിംഗിന് പകരം റയാൻ പരാഗുമാണ് ഇന്ന് കളിച്ചത്. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ക്യാപ്റ്റൻ അസലങ്കയുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് ഓപ്പണേഴ്സായ നിസാങ്കയും അവിഷ്കയും ബാറ്റ് ചെയ്തത്. രണ്ടുപേരും നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു. 10 ഓവറിൽ 41 റൺസാണ് അടിച്ചു കൂട്ടിയത് അവർ. വിക്കറ്റ് പോകാതെ ഈ പിച്ചിൽ ആ റൺസ് എന്ന് പറയുന്നത് നല്ല റൺസ് തന്നെയാണ്. സിറാജും ശിവൻ ദൂബെയാണ് ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് സ്പെല്ല് ബോൾ ചെയ്തത്. ദൂബെ വാസ് എക്കണോമിക്കൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശിവം ദൂബെ ബോൾ ചെയ്തു. 4 ഓവറിൽ വെറും 9 റൺസ് മാത്രം വഴങ്ങി. പിന്നെ സ്പിന്നേഴ്സ് വന്നു. അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും കുൽദീപ് യാദവും ബോൾ ചെയ്തു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. എന്നാൽ വിക്കറ്റ് മാത്രം കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നാൽ താമസിയാതെ തന്നെ 20-ാം ഓവറിൽ നിസാങ്കയെ പന്തിൻ്റെ കൈകളിൽ എത്തിച്ചു അക്ഷർ പട്ടേൽ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. 45 റൺസ് എടുത്ത നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു നിസാങ്കയുടേത്. സ്കോർ ബോർഡ് 20 ഓവറിൽ 89-ന് 1 വിക്കറ്റ്. പിന്നീട് നിന്ന് കുശാൽ മെൻഡിസിനെ കൂട്ടുപിടിച്ച് അവിഷ്ക സ്കോർ ബോർഡ് 153-ൽ 1 എന്ന നിലയിലെത്തിച്ചു 30 ഓവർ കഴിയുമ്പോഴേക്കും. താമസിയാതെ തന്നെ 150-ഉം കടന്നു. എന്നാൽ 36-ാമത്തെ ഓവറിൽ അവിഷ്കയെ LBWയിൽ കുരുക്കി റയാൻ പരാഗ് തൻ്റെ വൺ ഡേയിലെ കന്നി വിക്കറ്റ് സ്വന്തമാക്കി. 96 നിൽക്കുമ്പോഴായിരുന്നു അവിഷ്കയുടെ വിക്കറ്റ്. വെൽ ഡിസേർവ്ഡ് സെഞ്ചുറിയാണ് പുള്ളിക്ക് നഷ്ടമായത്. എന്നിരുന്നാൽ കൂടിയും ശ്രീലങ്കയ്ക്ക് വേണ്ടി നല്ലൊരു പൊസിഷൻ, നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തിട്ടാണ് അവിഷ്ക ഔട്ടായത്. ഈ പിച്ചിൽ ബാറ്റിംഗ് ദുഷ്കരമായിരിക്കുന്ന ഈ പിച്ചിൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫസ്റ്റ് ഇന്നിങ്സ്, അവിഷ്കയുടെ ഇന്നിങ്സ് എടുത്തു പറയേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ്. എന്നാൽ തൻ്റെ ആദ്യത്തെ ഓവറിൽ തന്നെ അസലങ്കയും LBWന് പുറത്താക്കി. തൻ്റെ തൊട്ടടുത്ത ഓവറിൽ തന്നെ അസലങ്കയും LBWന് പുറത്താക്കി റയാൻ പരാഗ് സെലക്ടേഴ്സിൻ്റെ തീരുമാനം ശരിവെച്ചു. പകരം ഇറങ്ങിയ സമരവിക്രമയെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി സിറാജ് ശ്രീലങ്കയെ വീണ്ടും ഞെട്ടിച്ചു. സ്കോർ ബോർഡ് 40 ഓവറിൽ 188-ന് 4 വിക്കറ്റ്. ശ്രീലങ്കൻ ഇന്നിങ്സ് ഒരു നങ്കൂരമിട്ടുകൊണ്ട് ബാറ്റ് ചെയ്തത് നമ്മുടെ കുശാൽ മെൻഡിസാണ്. ഒരറ്റത്ത് വിക്കറ്റുകൾ പോകുമ്പോഴും കുശാൽ മെൻഡിസ് ആങ്കർ റോളിൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ശ്രീലങ്കൻ ഇന്നിങ്സിന് ഒരു ഫിനിഷിംഗ് ടച്ച് നൽകാനെന്ന വണ്ണമാണ് കുശാൽ മെൻഡിസ് അവിടെ നിലകൊണ്ടത്. നെക്സ്റ്റ് ഓവറിൽ കഴിഞ്ഞ 2 മാച്ചിലെയും ഹീറോ ആയ വെല്ലലഗയെ 2 റൺസിന് പുറത്താക്കി റയാൻ പരാഗ് തൻ്റെ ആദ്യ മത്സരത്തിലെ 3-ാം വിക്കറ്റും സ്വന്തമാക്കി. റയാൻ പരാഗിന് വളരെ നല്ല ബോളിംഗ് ആയിരുന്നു റയാൻ പരാഗിൻ്റെ. ഇപ്പോൾ മെയിൻ ബോളറായ കുൽദീപ് യാദവ്, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ ഇവർ പെർഫോം ചെയ്യാതെ അല്ലെങ്കിൽ പെർഫോം ഡൗൺ ആയ സമയത്താണ് നമ്മുടെ റയാൻ പരാഗിൻ്റെ കയ്യിൽ നിന്ന് ഇത്തരം നല്ലൊരു പെർഫോമൻസ് വന്നത്. പിച്ച് സ്പിന്നേഴ്സിനെ പിന്തുണയ്ക്കുമെന്ന് ആൾറെഡി അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ റയാൻ പരാഗിനെ ഉൾപ്പെടുത്തിയത്. അത് മുമ്പത്തെ കളിയിലും ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീലങ്കയും അതേപോലെ സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീക്ഷ്ണ, അതേപോലെ തന്നെ ദേവർസായി, പിന്നെ വെല്ലലഗെ, ക്യാപ്റ്റൻ അസലങ്ക, 4 ടോപ്പ് സ്പിന്നേഴ്സാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടിയും ബോൾ ചെയ്യുന്നത്. അങ്ങനെ ഇന്നിങ്സിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ പ്രൊജക്റ്റഡ് സ്കോർ 260-ഉം 270-ഒക്കെ കാണിച്ചിരുന്നെങ്കിലും 250 കടക്കുമോ എന്നുള്ളൊരു സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവസാന ഓവറുകളിൽ കൂറ്റനടി വന്നില്ലെങ്കിൽ 250 കടക്കില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. ക്രെഡിറ്റ് ഗോസ് ടു ഇന്ത്യൻ സ്പിൻ ബോളേഴ്സ്, എസ്പെഷ്യലി റയാൻ പരാഗ്. 43-ാം ഓവറിൽ ലിയനാഗയെ ബൗൾഡാക്കി വാഷിംഗ്ടൺ സുന്ദർ. തൊട്ടടുത്ത ഓവറിൽ തന്നെ കഴിഞ്ഞ 2 മാച്ചിലെയും ഹീറോ ആയ വെല്ലലഗയെ 2 റൺസിന് പുറത്താക്കി റയാൻ പരാഗ് തൻ്റെ ആദ്യ മത്സരത്തിലെ 3-ാം വിക്കറ്റും സ്വന്തമാക്കി. സ്പിന്നിനെ പിന്തുണയ്ക്കുന്ന പിച്ചിൽ
പിടിച്ചു നിൽക്കാൻ ബാറ്റ്സ്മാൻമാർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ വന്നത് കുശാൽ മെൻഡിസും ലിയനാഗയും തമ്മിലുള്ള പാർട്ണർഷിപ്പായിരുന്നു. അവസാന ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഫിനിഷിംഗ് എന്ന രീതിയിലുള്ള ഇന്നിങ്സ് ആയിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത്. കമിൻഡുവിന് ടൈമിംഗ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും കുശാൽ മെൻഡിസിന് നല്ല പിന്തുണ നൽകി പുള്ളി കൂടെ നിന്നു. കുശാൽ മെൻഡിസ് സാവധാനം നല്ലൊരു ഡിഫൻസീവ് ഇന്നിങ്സ് തന്നെയാണ് കളിച്ചത്. വിക്കറ്റ് മാക്സിമം കീപ്പ് ചെയ്തുകൊണ്ട് 50 ഓവറിൻ്റെ ലാസ്റ്റ് ബാൾ വരെ ഇന്നിങ്സ് നീണ്ടുപോകണം എന്ന രീതിയിലാണ് കുശാൽ മെൻഡിസ് കളിച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് റയാൻ പരാഗിൻ്റെ ബോളിംഗ് പ്രകടനം തന്നെയാണ്. കുറച്ച് ബാറ്റിംഗ് പ്രകടനം കൂടി വന്നിട്ട് നല്ലൊരു ആൾറൗണ്ട് മികവ് പുറത്തെടുക്കാൻ റയാൻ പരാഗിന് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമായി തുടരാൻ, പ്രത്യേകിച്ച് ജഡേജയുടെ അഭാവത്തിലൊക്കെ റയാൻ പരാഗിന് തുടരാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കന്നി മത്സരം എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാക്കി റയാൻ പരാഗ്. പിന്നീട് അവസാനം സ്കോർ ബോർഡ് 45 ഓവറിൽ 207 റൺസിന് 6 വിക്കറ്റായിരുന്നു. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ കുശാൽ മെൻഡിസിനെ പുറത്താക്കി കുൽദീപ് യാദവ് തൻ്റെ ഫസ്റ്റ് വിക്കറ്റ് സ്വന്തമാക്കി. പിന്നീട് ഒരു സ്റ്റെമ്പിങ് ചാൻസ് കിട്ടിയതെങ്കിലും ഋഷഭ് പന്തിൻ്റെ അശ്രദ്ധ മൂലം അത് ഇന്ത്യക്ക് മിസ്സാവുകയാണ് ഉണ്ടായത്. കുൽദീപ് യാദവിന് 2 വിക്കറ്റ് നേടാനുള്ള അവസരമാണ് ഋഷഭ് പന്ത് കളഞ്ഞു കുളിച്ചത്. പിന്നെ 59 റൺസ് നേടിയ കുശാൽ മെൻഡിസ് ശ്രീലങ്കൻ ടോട്ടൽ സെറ്റ് ചെയ്യാൻ നല്ലൊരു കോൺട്രിബ്യൂഷനാണ് നൽകിയത്. അങ്ങനെ അവസാന ഓവറിൽ കമിൻഡു ചെറിയൊരു ഫിനിഷിംഗ് ടച്ചും കൂടി നടത്തിയതോടുകൂടി ശ്രീലങ്കൻ ഇന്നിങ്സ് 248 റൺസിന് 7 വിക്കറ്റ് എന്ന നിലയിലായി. 248 റൺസിന് 7 വിക്കറ്റ്. ഇന്ത്യക്ക് ജയിക്കാൻ 249 റൺസ്. ഈ സീരീസിലെ ഏറ്റവും ഉയർന്ന റൺസാണിത്. ഈ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സിൽ ബാറ്റിംഗ് ദുഷ്കരമാകും എന്ന് തന്നെ പറയണം. അതുമാത്രമല്ല കഴിഞ്ഞ 2 വൺഡേയിലും നമ്മളത് കണ്ടതും കൂടിയാണ്. അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടോട്ടൽ തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരിൽ നല്ല പ്രസിദ്ധരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു കണ്ടീഷനിൽ ഈ ടോട്ടൽ വളരെ ടഫ് ടോട്ടലായിട്ടാണ് എനിക്കും തോന്നിയത്. നല്ലൊരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്ലെയർ എന്ന് പറയുന്നത് രോഹിത് ശർമ്മയാണ്. കഴിഞ്ഞ 2 കളിയിലെ പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ. പിന്നെ മിഡിലിൽ നല്ലൊരു പാർട്ണർഷിപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റബിളാണ്. എസ്പെഷ്യലി ഈ മാച്ചിൽ റയാൻ പരാഗ് ഒരു എക്സ്ട്രാ ബാറ്ററും കൂടിയാണ്. നമുക്ക് ഹർഷദീപ് സിംഗിനെ ഒരു ബോളറെ മാറ്റിയിട്ടാണ് നമ്മളൊരു ബാറ്റിംഗ് ഓൾറൗണ്ടറെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബോളിങ്ങിൽ മികച്ചു നിൽക്കുന്നത് റയാൻ പരാഗ് തന്നെയാണ്. 9 ഓവറിൽ 54 റൺസ് കൊടുത്തിട്ട് 3 വിക്കറ്റ്. ശ്രീലങ്കൻ സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ നിസാങ്ക ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ, അവിഷ്ക നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത്, കുശാൽ മെൻഡിസ് 1 ഡൗൺ ബാറ്റ്സ്മാൻ ആൾസോ വെൽ ബാറ്റഡ്, അസലങ്ക സമരവിക്രമയെ 0 പുറത്താക്കാൻ സാധിച്ചു, ലിയനാഗയും വെല്ലലാഗയും അധികം ഒന്നും നൽകാൻ പറ്റിയില്ല. കമിൻഡു ലാസ്റ്റ് ഓവറിൽ സിറാജിനെ ഒരു 6 പറത്തിയിരുന്നു. നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു ഫൈറ്റിംഗ് ടോട്ടൽ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടാണ് ശ്രീലങ്കൻ ഇന്നിങ്സ് അവസാനിക്കുന്നത്. വാൻഡർസെ അസിത്തയും ഇനി ബാറ്റിങ്ങിനുണ്ട്. 7 വിക്കറ്റാണ് ശ്രീലങ്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. പ്രറ്റി ഗുഡ് സ്കോർ ഐ തിങ്ക്. ഒരു 230 220 ഉള്ളിലൊക്കെ ഔട്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരുന്നേനെ എന്ന് ഞാൻ കരുതുന്നത്. ഒരു 20 റൺ അല്ലെങ്കിൽ 20-30 റൺ അധികമാണ്. 28 റൺസ് ശ്രീലങ്ക അധികം നേടി എന്നാണ് ഞാൻ കരുതുന്നത്. സെക്കൻഡ് ഇന്നിങ്സ് പതിവ് പോലെ തന്നെ തുടങ്ങി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സാക്ഷാൽ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും തമ്മിൽ T20 അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ബാറ്റിംഗ് ആയിരുന്നു രോഹിത് ശർമ്മയുടെ കയ്യിൽ നിന്നും നമ്മൾ കണ്ടത്. കഴിഞ്ഞ 2 മത്സരത്തിലെ അതേ പെർഫോമൻസ് തന്നെ രോഹിത് ശർമ്മ പുറത്തെടുത്തു. ഫസ്റ്റ് സ്പെല്ലിൽ തന്നെ സ്പിന്നറാണ് അവർ യൂസ് ചെയ്തത്. അസിത്തയും മറ്റേ സൈഡിൽ തീക്ഷ്ണയുമാണ് ബോൾ ചെയ്യാനെത്തിയത്. ശ്രീലങ്കൻ തന്ത്രങ്ങൾ ആൾറെഡി വ്യക്തമായിരുന്നു. സ്പിന്നിന് മുന്നിൽ ഇന്ത്യയെ കൊടുക്കുക, കഴിഞ്ഞ 2 മാച്ചിൽ ചെയ്തതുപോലെ എന്ന തന്ത്രം തന്നെയാണ് ഈ മാച്ചിലും ശ്രീലങ്ക
പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗില്ലും രോഹിത് ശർമ്മയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടങ്ങി. തീക്ഷ്ണ എയറിന് രണ്ടാമത്തെ ഓവർ രോഹിത് ശർമ്മ കണക്കിന് പ്രഹരിച്ചു. ഒരു 6ഉം 2 ബൗണ്ടറിയും എല്ലാം ആ ഓവറിൽ നിന്ന് വന്നു. ശ്രീലങ്ക പരുങ്ങലിലായി എന്ന് വേണം പറയാൻ. നല്ലൊരു T20 അനുസ്മരിപ്പിക്കുന്ന ഇന്നിങ്സ് ആയിരുന്നു രോഹിത് ശർമ്മയുടെ. രോഹിത് ശർമ്മയ്ക്ക് മാത്രം പിച്ചിൻ്റെ സ്വഭാവം പ്രശ്നമല്ല, പന്തിൻ്റെ ടേൺ പ്രശ്നമല്ല, അല്ലെങ്കിൽ സർഫസ് പ്രശ്നമല്ല, ക്ലൈമറ്റ് പ്രശ്നമല്ല, അങ്ങനെയുള്ള പിച്ചിൻ്റെ സ്വഭാവം പ്രശ്നമല്ല, അങ്ങനെയുള്ള കാര്യം എനിക്ക് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളറെയും തീക്ഷ്ണയും ഒരേപോലെ തന്നെയാണ് രോഹിത് ശർമ്മ കൈകാര്യം ചെയ്തത്. ആൻഡ് ഗിൽ ആൾസോ, ഗില്ല് നല്ല സപ്പോർട്ട് ചെയ്തു രോഹിത് ശർമ്മയെ. പക്ഷേ ഗില്ലിൻ്റെ ആ ഒരു ബാറ്റിംഗ് ഫോം നമുക്ക് ബാറ്റിങ്ങിൽ കാണാൻ കഴിഞ്ഞില്ല. സ്ട്രഗിൾ ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു. 4 ഓവറിലൊക്കെ 11 ബോളിൽ 4 റൺസാണ് ഗിൽ നേടിയിരുന്നത്. പക്ഷേ റൺ റേറ്റ് വെച്ച് നോക്കുമ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഇന്നിങ്സാണ്. ആ സപ്പോർട്ടിംഗ് റോൾ കളിച്ചാൽ മതി. അപ്പുറത്ത് രോഹിത് ശർമ്മ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഗില്ലിൻ്റെ ഇന്നിങ്സ് അധികം നേരം നീണ്ടു നിന്നില്ല. അസിതയെ ഒരു അനാവശ്യ ഷോട്ടിന് ശ്രമിച്ച് ബൗൾഡ് ആവുകയായിരുന്നു ഗിൽ. ശ്രീലങ്കയ്ക്ക് ഇന്ത്യക്ക് മേൽ ആദ്യത്തെ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് അസിത ഫാസ്റ്റ് ബോളർ, ഒരേ ഒരു ഫാസ്റ്റ് ബോളർ. ഗിൽ ഒരു നല്ല ഫോമിലായിരുന്നില്ല. ഒരു അനാവശ്യ ഷോട്ട് സെലക്ട് ചെയ്ത് ബൗൾഡ് ആവുകയായിരുന്നു ശുഭ്മാൻ ഗിൽ. ഇന്ത്യൻ ഓപ്പണേഴ്സിൽ ഇനിയിപ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ജയ്സ്വാൾ, അഭിഷേക് എല്ലാം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഗിൽ കുറച്ചും കൂടിയൊക്കെ റെസ്പോൺസിബിളായിട്ട് കളിക്കണമായിരുന്നു. പിന്നെ വന്നത് വിരാട് കോഹ്ലി. കോഹ്ലിയും മെല്ലെ തന്നെ തുടങ്ങി. പിച്ചിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ തന്നെ തുടങ്ങി വിരാട് കോഹ്ലിയും. ഒരു എഡ്ജ് ബാളൊക്കെ പോയിരുന്നു ബാക്കിലോട്ട്. ഒരു ലക്കി ഫീൽഡർ കുറച്ചുകൂടി മുമ്പിലായിരുന്നത് കൊണ്ട് ഒരു ചാൻസ് കോഹ്ലിക്ക് കിട്ടി. ഒരു ഹാഫ് ചാൻസ് കിട്ടിയിരുന്നു ആദ്യമേ തന്നെ. ബോളർ അസിതയുടെ അഗ്രഷനൊക്കെ വിരാട് കോഹ്ലി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ദേ ആർ ഇൻ ഗുഡ് മൂഡ്. ശ്രീലങ്കയ്ക്ക് അപ്പർ ഹാൻഡ് ഉള്ളത് കൊണ്ടാവണം അസിതയും ബാക്കി പ്ലെയേഴ്സും എല്ലാവരും നല്ല അഗ്രഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പുറത്ത് കോഹ്ലിയും അപ്പുറത്ത് രോഹിത്തും രണ്ടുപേരും മെല്ലെ മെല്ലെ സ്കോർ ബോർഡ് നീക്കുന്നുണ്ടായിരുന്നു. എന്നാലും രോഹിത് ശർമ്മയുടെ ആ ഒരു ഇൻറ്റൻഷൻ, അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ തന്നെയായിരുന്നു. സ്കോർ ബോർഡ് 5 ഓവർ 4 ബോൾ പിന്നിടുമ്പോൾ 45 റൺസിന് 1 വിക്കറ്റ്. അപ്പോഴേക്കും 6ാം ഓവർ എറിയാൻ വെല്ലലാഗെ വന്നിരുന്നു. മാന്ത്രിക സ്പിന്നർ വെല്ലലാഗയുടെ 5ാം പന്തിൽ തന്നെ ആദ്യത്തെ ഓവറിൽ തന്നെ രോഹിത് ശർമ്മയെ വെല്ലലാഗെ മടക്കി. ഇന്ത്യൻ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ പകുതിയോളം പ്രതീക്ഷകൾ ആ ഒരു ബാളിൽ മങ്ങിയിരുന്നു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കീപ്പർ ക്യാച്ച് നൽകി മടങ്ങിയിരിക്കുകയായിരുന്നു. ബാൾ നല്ല രീതിയിൽ ടേൺ ചെയ്തു. 20 ബാളിൽ 35 റൺസ്. നല്ലൊരു T20 ഇന്നിങ്സ് തന്നെയാണ് പുള്ളി കാഴ്ചവെച്ചത്. ഒരുപാട് ഡിഫെൻഡ് ചെയ്ത് വിക്കറ്റ് പോകുന്നതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഇന്നിങ്സ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരും ഫിനിഷർമാരും എല്ലാം കുറച്ചും കൂടി റെസ്പോൺസിബിൾ ഏറ്റെടുത്ത് കളിക്കേണ്ടതുണ്ട്. തീർച്ചയായും വിരാട് കോഹ്ലി ഈസ് ആൾസോ ഇൻ ദ ഗ്രീസ്. എന്നാലും രോഹിത് ശർമ്മ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. സ്പിൻ ബോളിംഗ് വെല്ലലാഗെ വന്നതോടുകൂടി സ്പിൻ ബോളിംഗ് കുറച്ചും കൂടി ടഫായിട്ട് അനുഭവപ്പെട്ടു. ഇനി ബാൾ പഴകും തോറും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് വീണ്ടും ടഫ് കണ്ടീഷൻസ് തന്നെയായിരിക്കും. തൊട്ടടുത്തത് ഇറങ്ങിയത് ഋഷഭ് പന്താണ്. KL രാഹുലിന് പകരം ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്ത്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആൾസോ. ഇന്ത്യക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ, റൈന, ശിഖർ ധവാൻ, യുവരാജ് സിംഗ്, ഗൗതം ഗംഭീർ എല്ലാവർക്കും ശേഷം ഒരു നല്ലൊരു സ്ഥിരതയാർന്ന ഒരു കളിക്കാരൻ തന്നെയാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിൻ്റെ നല്ലൊരു ഇന്നിങ്സ്, അല്ലെങ്കിൽ എഡ്ജ് ബാസ്റ്റിനിലൊക്കെ കണ്ടതുപോലെ ഒരു നല്ലൊരു ഇന്നിങ്സ് ഈ കളിയിലും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ബോളിൽ 4 അടിച്ചുകൊണ്ട് തന്നെ ഋഷഭ് പന്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോ ഫിയർ അറ്റ് ആൾ ഇൻ ഹിസ് ബാറ്റിംഗ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടങ്ങുകയും ചെയ്തു. വിരാട് കോഹ്ലിക്ക് നല്ല സപ്പോർട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു. കോഹ്ലി 13 ബോളിൽ 16, ഋഷഭ് പന്ത് 6 റൺ. 9 ഓവറിൽ 63 റൺസിന് 2 വിക്കറ്റ്. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർ 2 പേരെ ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു. അതേപോലെ പയ്യെ കളിച്ചു വന്നാൽ പാർട്ട്ണർഷിപ്സൊക്കെ ബിൽഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ജയിക്കാവുന്ന കളിയേ ഉള്ളൂ. ഇനി ശ്രേയസ് അയ്യർ ബാറ്റ് ചെയ്യാനുണ്ട്, ഋഷഭ് പന്തുണ്ട്,
അതേപോലെ തന്നെ ശിവം ദൂബെ ഉണ്ട്, റയാൻ പരാഗ് ഉണ്ട്, വാഷിങ്ടൺ സുന്ദർ ഉണ്ട്, അക്ഷർ പട്ടേൽ ആൾസോ. പക്ഷേ ഋഷഭ് പന്ത് വെറും അനാവശ്യമായ ഒരു ഷോട്ടിന് ശ്രമിച്ചു, ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ ഒരു ഷോട്ടിന് ശ്രമിച്ച് ഇത്രയും ഡേഞ്ചർ സിറ്റുവേഷനിൽ തീക്ഷ്ണയെ ഇറങ്ങിയടിക്കാൻ 2 സ്റ്റെപ്പ് മുന്നിലോട്ട് ഇറങ്ങിയടിക്കാൻ ശ്രമിച്ച് അനാവശ്യമായി വിക്കറ്റ് കളഞ്ഞു, സ്റ്റംപിങ് ചെയ്തു കുശാൽ മെൻഡിസ്. അങ്ങനെ ഋഷഭ് പന്ത് ഔട്ടായിരിക്കുകയാണ്. കെ എൽ രാഹുൽ ഓർ ഋഷഭ് പന്ത് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിക്കറ്റ് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞുകൊണ്ട് ഡഗൗട്ടിലേക്ക് നടന്നു നീങ്ങി ഋഷഭ് പന്ത്. തൊട്ടടുത്തതായി ഇറങ്ങിയത് ശ്രേയാസ് അയ്യറാണ്. ശ്രേയാസ് അയ്യറും നല്ല രീതിയിൽ തുടങ്ങിയെങ്കിലും ആ ഒരു നമ്മൾ വേൾഡ് കപ്പിലൊക്കെ കണ്ടതുപോലത്തെ ഒരു ഫോം ബാറ്റിങ്ങിൽ ഇല്ലായിരുന്നു, കാണാൻ കഴിഞ്ഞില്ല. ശ്രേയാസ് അയ്യർ ആൾസോ നല്ലൊരു കോഷ്യസ് ആയിട്ടാണ്, നല്ല പ്രിക്കോഷൻ എടുത്തിട്ട് കളിക്കുന്നത് പോലെ, ടെൻഷൻ അടിച്ച് കളിക്കുന്നത് പോലെ ശ്രേയാസ് അയ്യറിൻ്റെ ബാറ്റിംഗ് കണ്ടപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു. ആദ്യത്തെ 2 കളിയിലും ശ്രേയാസ് അയ്യർ പരാജയമായിരുന്നു. കെ എൽ രാഹുൽ ആൾസോ, ഇപ്പോൾ ഋഷഭ് പന്ത് ആൾസോ. എല്ലാ ബാറ്റ്സ്മാൻമാരും മിഡിൽ ഓർഡർ ഇന്ത്യയുടെ തകർന്നടിയുക തന്നെയാണ്. വിരാട് കോഹ്ലിയും ആദ്യത്തെ 2 കളിയിലും നല്ല ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വിരാട് കോഹ്ലിയും മടങ്ങി. സ്കോർ ബോർഡ് 71-ൽ 4 വിക്കറ്റ്. ചരിത്രം ആവർത്തിക്കുകയാണോ? കഴിഞ്ഞ മുമ്പത്തെ കളി പോലെ തന്നെ ഇന്ത്യ വീണ്ടും കവാത്ത് മറക്കുകയാണോ ശ്രീലങ്കക്കാരുടെ മുന്നിൽ? ഒരു 18 ബാളിൽ 20 റൺസ് എടുത്തുകൊണ്ട് വെല്ലലായകയ്ക്ക് വിക്കറ്റിന് മുന്നിൽ LBW കുടുങ്ങി. വിരാട് കോഹ്ലിയും ഔട്ട്. ഈ 3 വൺഡേകളിലും വിരാട് കോഹ്ലി LBW തന്നെയാണ് ഔട്ടായത്. ഫ്രണ്ട് ഫുട്ടിൽ ഔട്ടായി, ബാക്ക് ഫുട്ടിൽ ഔട്ടായി, ഇപ്പോൾ ഇതാ വീണ്ടും ഫ്രണ്ട് ഫുട്ടിൽ. എന്താ പറയുക, ബാഡ് ലക്ക്. പിന്നെ അക്ഷർ പട്ടേൽ വന്നതും പോയതും ആരും അറിഞ്ഞില്ല. വെല്ലലാകെ തന്നെ അക്ഷർ പട്ടേലിൻ്റെ കുറ്റി തെറിപ്പിച്ചു. ഹി ഹാസ് നോ ഐഡിയ വെയർ ദാറ്റ് ബാൾ കം ഫ്രം. ഫ്രണ്ട് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യണോ ബാക്ക് ഫുട്ടിൽ ഡിഫെൻഡ് ചെയ്യണോ എന്ന ടെൻഷൻ ഇടയ്ക്ക് ബാൾ സ്റ്റെമ്പ് കൊണ്ടുപോയി. വളരെ മികച്ച ബോളിംഗാണ് കേട്ടോ വെല്ലലാഗ്. ദേ ഔട്ട് പെർഫോംഡ് അസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യ ഔട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള ബോളിംഗാണ് ശ്രീലങ്കൻ സ്പിന്നേഴ്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബാറ്റിംഗ് ഫസ്റ്റ് ഇന്നിങ്സ് വേറൊരു പിച്ചിലും സെക്കൻഡ് ഇന്നിങ്സ് വേറൊരു പിച്ചിലും നടക്കുന്ന പ്രതീതി എനിക്ക് കളിയിലുടനീളം, ഈ സീരീസിലുടനീളം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി ടോസിൻ്റെ ഭാഗ്യവും അവരുടെ ഭാഗത്തായതുകൊണ്ട്. പിന്നീട് വന്നത് റയാൻ പരാഗ് ആയിരുന്നു. റയാൻ പരാഗിൻ്റെ ഫസ്റ്റ് ഇന്നിങ്സ്, ഫസ്റ്റ് ബോൾ തന്നെ 4 അടിച്ചുകൊണ്ടാണ് റയാൻ പരാഗ് തുടങ്ങിയത്. നല്ലൊരു ഫോമിൽ ടച്ചിൽ കളിക്കുന്നത് പോലെ തോന്നി. സ്ട്രഗിൾ ചെയ്യുന്നതേ ഉണ്ടായിരുന്നില്ല റയാൻ പരാഗ്. വളരെ സിമ്പിളായിട്ട് കാഷ്വലായിട്ട് സിംഗിൾ ഇട്ട് ബൗണ്ടറീസൊക്കെ നേടി കാഷ്വലായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു റയാൻ പരാഗ്. ഇപ്പുറത്ത് ശ്രേയാസ് അയ്യറും അത്യാവശ്യം ഡിഫൻഡൊക്കെ ചെയ്ത് ടെൻസ്ഡായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യ നല്ല പരങ്ങലിലാണ്. 77 റൺസിൽ 5 വിക്കറ്റ്, 12 ഓവർ. പറഞ്ഞു തീരേണ്ട താമസം. ശ്രേയാസ് അയ്യറും വെല്ലലാഗയ്ക്ക് മുന്നിൽ LBWയിൽ കുരുങ്ങി കൂടാരം കയറുകയാണ് ഉണ്ടായത്. 82 റൺസിൽ 6 വിക്കറ്റ്. കഴിഞ്ഞ കളിയിലെ മാൻ ഓഫ് ദി മാച്ച് 6 വിക്കറ്റ് ഇട്ട ദേവർ സായിക്ക് 1 വിക്കറ്റ് പോലും കൊടുക്കില്ല എന്ന് ഇന്ത്യൻ ടീം തീരുമാനിച്ചുറപ്പിച്ചതുപോലുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി. എന്ന് വെച്ചാൽ ദേവർ സായിയുടെ സ്പെല്ല് വരുന്നത് മുമ്പ് തന്നെ ആളൗട്ടാവാനുള്ള പ്ലാൻ പോലെ ഉണ്ടായിരുന്നു ഇന്ത്യൻ നെടുംതൂണുകളുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ. ശ്രേയാസ് അയ്യർ ഫ്ലോപ്പായിരുന്നു മുഴുവൻ ഈ സീരീസിലും. അതുപോലെ തന്നെ റയാൻ പരാഗ് വാണ്ടർസാക്ക് വിക്കറ്റ് കൊടുക്കണ്ട എന്നാരും തീരുമാനിക്കേണ്ട, ഞങ്ങൾ കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് സ്റ്റെമ്പിന് നേർക്ക് വന്ന ബാൾ ലീവ് ചെയ്ത് മാതൃക കാണിച്ചു റയാൻ പരാഗ്. ഹി വാസ് ഇൻ ഗുഡ് ഫോം, ബട്ട് ആ ബാൾ റീഡ് ചെയ്യാൻ പുള്ളിക്ക് പറ്റിയില്ല. ദേവർ സായിക്ക് വന്ന ഉടനെ ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ് റയാൻ പരാഗിൻ്റെ വിക്കറ്റ്. അതേപോലെ തന്നെ അടുത്ത 1 റൺസ് കടന്നപ്പോഴേക്കും ശിവം ദുബെയും ഗാലറി പിടിച്ചു. ശിവം ദുബെ ആൾസോ. ലുക്ക് അറ്റ് ദിസ് ലൈനപ്പ്. 8 വിക്കറ്റ് പോയി.
8 ഒഫീഷ്യൽ ബാറ്റ്സ്മാൻമാർ ഔട്ടായിരിക്കുകയാണ്. ഇനി ഒരാൾ ബാറ്റ് ചെയ്യാൻ അറിയുന്ന വാഷിങ്ടൺ സുന്ദറും ക്രീസിലുണ്ട്. സ്റ്റിൽ ഈ ടോട്ടൽ ചേസ് ചെയ്യാൻ ഇന്ത്യയെ കൊണ്ട് പറ്റുന്നില്ല. ഈ ബാൾ റീഡ് ചെയ്യാൻ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് കഴിയുന്നില്ല. ശ്രീലങ്കയ്ക്ക് നല്ലൊരു മേൽക്കൈ, നല്ല മുൻതൂക്കമുള്ള കളി തന്നെയായിരുന്നു. ശ്രീലങ്കൻ ഫാൻസ് എന്നും ഓർത്ത് വയ്ക്കുന്ന ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു സീരീസ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വിജയപ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിൽ കൂടിയും വാഷിങ്ടൺ സുന്ദറിൻ്റെ നെവർ ഗീവ് അപ്പ്, വാട്ട് എവർ ഹാപ്പൻസ് ഐ വിൽ നെവർ ഗീവ് അപ്പ് എന്നൊരു തമിഴ്നാടുകാരൻ 24 വയസ്സുകാരൻ പയ്യൻ്റെ ഒരു ഫൈറ്റ് ബാക്ക് ഇന്നിങ്സ് കാണാൻ സാധിച്ചു. അത്യാവശ്യം അഗ്രസീവായിട്ടും സെലക്ട് ചെയ്ത് ഇപ്പുറം എനിക്ക് സപ്പോർട്ടില്ല, ഒരു ബോളർ മാത്രമേ ഉള്ളൂ, വിക്കറ്റുകൾ അധികമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ബാളുകൾ തെരഞ്ഞു പിടിച്ചു വാഷിങ്ടൺ സുന്ദർ കളിച്ചിരുന്നു. എന്നാലും 25 ബാളിൽ 30 റൺസിൽ അവസാനിച്ച ഇന്ത്യയുടെ അവസാന പ്രതീക്ഷയായിരുന്നു വാഷിങ്ടൺ സുന്ദറിൻ്റെ ആ ഇന്നിങ്സ്. എസ്പെഷ്യലി കുറച്ച് അധികം ഡിഫെൻഡ് ചെയ്യാതെ കുറച്ച് അഗ്രസീവായിട്ട് ഷോട്ട് കളിച്ച് ഔട്ടായാൽ കൊള്ളാമായിരുന്നു എന്നെനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാണ് വാഷിങ്ടൺ സുന്ദർ ഔട്ടായത്. അതിൽ തന്നെ കുറച്ച് സന്തോഷം. എറിയുന്ന വാളുകളെല്ലാം LBW അപ്പീലിങ്ങും അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പും അല്ലെങ്കിൽ കീപ്പർ ക്യാൻ ചാൻസും അങ്ങനെ മാത്രം. പിന്നെ അധികം നീണ്ടു നിന്നില്ല. നമ്മുടെ കുൽദീപ് യാദവും LBWയിൽ കുരുങ്ങി 138-ന് ഇന്ത്യൻ ടീം ആൾ ഔട്ടായിരിക്കുകയാണ് 26 ഓവറിൽ. വെല്ലലാകെ 5 വിക്കറ്റ് ഹാളും പൂർത്തി. ശ്രീലങ്കക്കാർക്കെല്ലാം ഒരു വേൾഡ് കപ്പ് ജയിച്ച സന്തോഷമുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ 27 വർഷമായി ഇന്ത്യയുമായിട്ട് അവർ ഒരു 1 ഡേ സീരീസ് ജയിച്ചിട്ട്. 27 വർഷം, 27 വർഷത്തിനിടയ്ക്ക് 13 1 ഡേ സീരീസ് നടന്നിട്ടുണ്ട് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ. അതിൽ 11 എണ്ണവും ഇന്ത്യ ജയിച്ചിരുന്നു, 2 എണ്ണം ഡ്രോ ആവുകയാണ് ഉണ്ടായത്. 2 സീരീസ് 2 പേര് കൂടി പങ്കുവച്ചു. ഒരു സീരീസ് പോലും ശ്രീലങ്കയ്ക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷേ അവർ ഇന്ന് ആ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 27 വർഷത്തിന് ശേഷം 3 കളിയുള്ള സീരീസ് 2-0 ശ്രീലങ്ക ജയിച്ചിരിക്കുന്നു. ആദ്യത്തെ കളി ഡ്രോ ആവുകയാണ് ഉണ്ടായത്. ദാറ്റ് വാസ് ആൻ അൺയൂഷ്വൽ ഡ്രോ. ഇന്ത്യൻ ടീമിനെ കാണാം. ഇന്ത്യൻ ടീം വാസ് സോ മച്ച് സാഡ്, നോട്ട് ഹാപ്പി അറ്റ് ആൾ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് എ മാച്ച്. ഇന്ത്യൻ ടീമിന് ഇതൊക്കെ സംഭവിക്കാം. ഈ ഒരു കണ്ടീഷനിൽ ഈ ഒരു ടോട്ടൽ സ്കോറൊക്കെ കണ്ടപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിരുന്നു ഈ ഒരു ടോട്ടൽ നല്ല ഓപ്പണിങ്ങും മിഡിൽ ഓർഡർ പാർട്ണർഷിപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ഇന്ത്യക്ക് ദുഷ്കരമാകും എന്ന് തന്നെ. നിറഞ്ഞ സദസ്സിന് മുന്നിൽ ശ്രീലങ്കയ്ക്ക് ഒഡി സീരീസിൻ്റെ കപ്പ് ലഭിച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. ഇന്ത്യയുടെ പുതിയ കോച്ചിൻ്റെ മാറ്റം, ഗൗതം ഗംഭീർ രാഹുൽ ദ്രാവിഡിന് പകരം ഗൗതം ഗംഭീർ ചുമതലയെടുത്തു. അതിൻ്റേതായ മാറ്റങ്ങൾ വരും. ടീം സെറ്റാവാനായിട്ട് ടൈം എടുക്കും. പുതിയ പ്ലെയേഴ്സിന് ചാൻസ് കിട്ടാം, പഴയവർക്ക് ചാൻസ് കിട്ടാതിരിക്കാം, അല്ലെങ്കിൽ ചിലർ തുടർന്നു കൊണ്ടേയിരിക്കാം. ഇറ്റ് ഹാപ്പൻസ്. ഈ തോൽവിയിൽ നിന്നും നല്ല രീതിയിൽ പാഠം ഉൾക്കൊണ്ട് ഇന്ത്യൻ ടീം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കിനി സ്കോർ ബോർഡ് നോക്കാം. എന്നിട്ട് നമ്മുടെ വീഡിയോ ക്ലോസ് ചെയ്യാൻ ടൈമായി. ഇന്ത്യൻ സ്കോർ ബോർഡ് പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. 138 റൺസിന് ആൾ ഔട്ടായി. കുറേ നാളായെന്ന് തോന്നുന്നു ഇതേപോലെ ഇന്ത്യ ആൾ ഔട്ടായിട്ട്. പണ്ടെന്നോ കണ്ടതൊക്കെ ഓർമ്മയുണ്ട്. രോഹിത് 35, കോഹ്ലി 20, 2 അക്കം കടന്നവരെല്ലാം ചുരുക്കം. ബോളിംഗ് വെല്ലലഗയുടെ സ്പെൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു, 5 വിക്കറ്റ്. വാണ്ടർസെ 2 വിക്കറ്റ്. അതേപോലെ തന്നെ അസലങ്കയ്ക്കൊന്നും ഓവർ കിട്ടിയില്ല, 3 ഓവർ മാത്രമേ ചെയ്യാൻ പറ്റിയുള്ളൂ. അസിതയ്ക്കും കിട്ടിയ 1 വിക്കറ്റ്, തീക്ഷ്ണ 2 വിക്കറ്റ്. ഓൾസോ ദിസ് ഈസ് ദ മാച്ച് സമ്മറി. Avishka 96 runs, top scorer for Sri Lanka. Ryan Parag 3 wicket for India, and total score 248 for 7. India 138 all out. Rohit 35 and Velalage 5 wicket. T20 സീരീസ് ഇന്ത്യ ജയിച്ചിരുന്നു. 3 കളി പല്ലക്കേലയിൽ വെച്ചായിരുന്നു.
വൺ ഡേ സീരീസിലെ 3 കളിയിൽ 1 മാച്ച് ടൈ ആയി 2 മാച്ചും ഇന്ത്യ. ഫസ്റ്റ് മാച്ച് ഇന്ത്യ 32 റൺസിന് തോറ്റു. രണ്ടാമത്തെ മാച്ച് 110 റൺസിന് തോറ്റു. കുഴപ്പമില്ല, ഇത് ഇന്ത്യയാണ്, ടീം ഇന്ത്യയാണ്, വേൾഡ് ചാമ്പ്യൻസാണ്. തിരിച്ചു വരും, തിരിച്ചു വന്നിരിക്കും. അപ്പോൾ ഗുഡ് ബൈ.